നമസ്കാരം. ഉറക്കെ ഉച്ചത്തിൽ ഇലക്ഷൻ സ്പെഷ്യൽ തൃശ്ശൂരിലാണ്. കോൺഗ്രസിൽ നിന്ന് CPI പിടിച്ചെടുത്ത മണ്ഡലം. ഇക്കുറി CPI തന്നെ സ്വന്തം സ്ഥാനാർത്ഥിയെ മാറ്റി പകരം രാജാജി മാത്യു തോമസിനെ ഇറക്കിയിരിക്കുകയാണ്. CN ജയദേവനെതിരെ ഉയർന്ന വിമർശനങ്ങളാണ് കാരണം എന്ന് ഒരു ഭാഗം പറയുമ്പോൾ അതല്ല, CN ജയദേവൻ സ്വയം പിൻവാങ്ങിയതാണെന്ന് CPIയും ഇടതുപക്ഷവും വിശദീകരിക്കുന്നു. നമുക്ക് ചോദിക്കാം, തൃശ്ശൂരിൻ്റെ തെരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങളിലൂടെ. എന്താണ് പേര്? രഘുനാഥ്. രഘു, എന്താണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചു പോയ MP-യെ കണി കാണാൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ ഈ നാട്ടിലെ ജനങ്ങൾ തൂത്തെറിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. MP-യെ കണി കാണാൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യ വിമർശനം. ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നത് BJP. നമുക്ക് മറ്റു ശബ്ദങ്ങളും കേൾക്കാം ഉറക്കെ ഉച്ചത്തിൽ. എന്താണ് പേര്? പ്രദീപ് കുമാർ. പ്രദീപ്, ഈ തൃശ്ശൂരിൻ്റെ വികസനമാണോ പ്രശ്നം? തൃശ്ശൂരിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണോ വിഷയം? ദേശീയ രാഷ്ട്രീയമാണോ ഇവിടെ ചർച്ചാ വിഷയമാകുക? നമ്മുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിലേ തൃശ്ശൂരിൻ്റെ വികസനം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമ്മൾ ചുരുക്കം ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഈ നടുവിലാൽ തൊട്ട് ആ പടിഞ്ഞാറ് കോട്ട വരെയുള്ള വഴി ഇത്രയ്ക്കും ദുരിതം അനുഭവിക്കുന്ന ഒരു ജനം ഈ തൃശ്ശൂർ ജില്ലയിലുണ്ടാവില്ല. കാരണം കളക്ടറേറ്റ്, കോടതി, അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അയ്യന്തോട്. ഇവിടുന്ന് ഈ നടുവിലാൻ്റെ അവിടെ നിന്നിട്ട് അയ്യന്തോട് വരെ പോകണമെങ്കിൽ 1 മണിക്കൂർ വേണം. ആ സമയം കൊണ്ട് നമുക്ക് ആലു വരെ എത്താം. അപ്പോൾ വർഷങ്ങളായിക്കൊണ്ട് ഇവിടെ കോൺഗ്രസ് മാറി മാറി ഭരിച്ചുകൊണ്ട് ഇവിടെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇവർ MP-മാർ മാത്രമാണ് ഈ കേരളത്തിലുണ്ടായിട്ടുള്ളത്, ഈ തൃശ്ശൂർ പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് പോലും ഇവർക്ക് ഒരു റോഡ് വീതി കൂട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ തൃശ്ശൂർ സംജാതമായിരിക്കുന്നത്. വികസന പ്രശ്നങ്ങൾ തന്നെയാണ്, മണ്ഡലത്തിലെ വിഷയങ്ങൾ തന്നെയാണ് BJP ഉയർത്തുന്നത്. അതായത് ഇവിടുത്തെ റോഡ് വികസനം പോലും നടപ്പാക്കാൻ മാറി മാറി വന്ന കോൺഗ്രസ് ഇടത് MP-മാർക്കോ മാറി മാറി വന്ന സർക്കാരുകാർക്കോ കഴിയുന്നില്ല എന്നാണ് വിമർശനം ഉയരുന്നത്. എന്താ ടീച്ചർ? എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ മോദിജി വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് ഗുണങ്ങൾ, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചോളം ഗ്യാസിന് വളരെയധികം വില കുറഞ്ഞു, അതേപോലെ തന്നെ പെട്രോള് നല്ലോണം വില കുറഞ്ഞു. അതൊന്നും ഇവിടെ ഒരു ചർച്ചയ്ക്ക് പോലും വെക്കുന്നില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇനി ഒരു ഭരണം വരികയാണെങ്കിൽ വീണ്ടും മോദിജി തന്നെ വരണമെന്നാണ്. അതുകൊണ്ട് നമുക്ക് സ്ത്രീകൾക്കായാലും ഇപ്പോൾ എൻ്റെ വീട്ടിലെ പേരക്കുട്ടികളുടെ പേരിലെല്ലാം പോസ്റ്റ് ഓഫീസ് മുഖേനയൊക്കെ നമുക്ക് ഒരുപാട് സംരംഭ പദ്ധതികൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ അംഗമായിട്ടുണ്ട്. അതേപോലെ തന്നെ പെൻഷൻ പദ്ധതി, അതേപോലെ തന്നെ ഇപ്പോൾ 5 ലക്ഷം രൂപ വരെ നമുക്ക് ചികിത്സാ പദ്ധതി, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ വീട്ടമ്മമാർക്കായാലും വീടുകളിലും എല്ലാവർക്കും നല്ല നേട്ടം തന്നെയാണ് വന്നിട്ടുണ്ട്. തുടർന്ന് മോദിജി തന്നെ വരണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. ഓക്കെ, ഈ CPM-ഉം ഇടതുപക്ഷവും കോൺഗ്രസും ഉന്നയിക്കുന്ന പ്രധാന വിമർശനം കഴിഞ്ഞ 5 വർഷത്തെ നരേന്ദ്രമോദി ഭരണം വീണ്ടും വരണമെന്ന് നിങ്ങൾ പറയുന്ന ഈ ഭരണം മൂലം നോട്ട് നിരോധനമുണ്ടായി, GST പെട്ടെന്ന് നടപ്പിലാക്കി, ധൃതി പിടിച്ച് നടപ്പിലാക്കിയത് കാരണം ചെറുകിട വ്യവസായങ്ങളടക്കം ദുരിതത്തിലാണ്, തൊഴിലില്ലായ്മ വർദ്ധിച്ചു, രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ഭരണം ആണെന്ന് പറയുന്നു. ഗ്യാസിൻ്റെ വില അതിഭയങ്കരമായി കൂടിയെന്നാണ് അവരുടെ വിമർശനം. പെട്രോൾ വില നാൾക്കുനാൾ വർദ്ധിച്ചു. ഒന്നും ചെയ്യാൻ കഴിഞ്ഞെന്നല്ല. ഇതെങ്ങനെ പ്രതിരോധിക്കും? ഞങ്ങളുടെ അഭിപ്രായത്തിൽ അതൊക്കെ വളരെയധികം നുണയായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഞങ്ങളിപ്പോൾ വീട്ടമ്മയാണ്, ഓരോ മാസം ഞങ്ങൾ ഗ്യാസ് വാങ്ങിക്കുന്നതാണ്. അതിൻ്റെ വില ആദ്യത്തേതിൽ നിന്നും വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പെട്രോൾ ആയാലും എന്നിട്ടും ഇവിടെ ഓട്ടോറിക്ഷ പോലത്തെ സാധനങ്ങൾക്കൊക്കെ ചാർജുകൾ കൂട്ടുകയാണ് ചെയ്തത്. അത് ഏറ്റവും വലിയ ദുരിതമാണ്. നമുക്ക് മറ്റു ശബ്ദങ്ങൾ കേൾക്കാം ഉറക്കെ ഉച്ചത്തിൽ. ആദ്യമായിട്ട് നിങ്ങൾ GST പറഞ്ഞു. 1 നേഷൻ 1 ടാക്സ് എന്നുള്ളത് ഏതെങ്കിലും ഒരു ദിവസം അത് ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റൂ. അതെല്ലാം അതിൻ്റെ വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. നൗ ടോക്ക് അബൌട്ട് ദ ഡിമോണറ്റൈസേഷൻ. ഡിമോണറ്റൈസേഷൻ എന്ന് പറയുന്നത് 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ചെയ്തത്. അല്ല, ഡീബാർ ചെയ്തിട്ടൊന്നുമില്ല. എല്ലാവർക്കും അതാത് പൈസകൾ അവരവരുടെ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അവർക്ക് പുതിയ കറൻസി കൊടുത്തിരുന്നു. യെസ്, ഇൻ ദ ഇൻട്രീം ഇറ്റ് ടേക്സ് ടൈം. നൗ അവിടെ ഉയർന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ ബോർഡോ ഗവർണറോ പോലും അറിയുന്നത് ഇത് പ്രഖ്യാപിക്കുന്നതിന് 2-3 മണിക്കൂർ മുമ്പാണ് എന്നൊരു ഭയങ്കര വിമർശനം വന്നിട്ടുണ്ട്. അത്തരം വിമർശനങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു വിലയില്ല. എല്ലാവരും അതിൻ്റെതായിട്ടുള്ള കോൺഫിഡൻഷ്യാലിറ്റി അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. പിന്നെ അടുത്തത് പെട്രോൾ വില പറഞ്ഞു. ഞാൻ UP, രാജസ്ഥാൻ, ബീഹാർ എന്നീ സ്ഥലങ്ങളിൽ അടുത്ത കാലത്ത് വരെ വഹിക്കുന്നത് യോഗിയെ കുറ്റം പറയുന്ന ആൾക്കാർ, യോഗിയുടെ രാജ്യത്ത് ഡീസലിന് ഇന്നും 5 രൂപ കുറവാണ്.
ഇവിടെ അപ്പോൾ സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം വേണ്ടാന്ന് വെച്ചിട്ടാണ്. 41 പൈസയായിരുന്നു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അവിടുത്തെ പ്രൈസ്. അതിന് മറുപടി അനുവദിക്കാൻ പറ്റുമോ? ഇനി നമുക്ക് പറയാം, അതിന് ഇവിടുത്തെ കാൻഡിഡേറ്റ് ആരാണ്? ജയദേവനല്ല, ഇപ്പോഴത്തെ രാജാജി മാത്യു. ഈ രാജാജി മാത്യു എനിക്കറിയാം ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ഇലക്ഷൻ നിന്നിരുന്നു. ഓക്കെ, അത് ഞങ്ങളുടെ തന്നെ ഒരു ഫ്രണ്ടിനെതിരായിട്ടാണ്, BJPയുടെ കണ്ടെതിരാണ്, അദ്ദേഹം ജയിക്കുകയും ചെയ്തു. ശരി, ഈ ഒല്ലൂര് ഇതിന് ശേഷം ഈ മനുഷ്യനെ CPIയുടെ ഒരു പാർട്ടി പരിപാടികൾക്കും തൃശ്ശൂരിലോ അല്ലെങ്കിൽ തൃശ്ശൂരിലെ സദസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരുന്നില്ല. ഇപ്പം എവിടുന്നോ പെരുക്കി കൊണ്ടിരിക്കണം. പറയുമ്പോൾ പറയും അദ്ദേഹം പ്രൊഫസറാണ്, അദ്ദേഹം ഡോക്ടറാണ്, ഭയങ്കര എഡ്യൂക്കേറ്റഡാണ്, എഡ്യൂക്കേഷനിസ്റ്റ് എന്നൊക്കെ പറയും. ഈ മനുഷ്യനെ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് 10 കൊല്ലമായിട്ട് ഇവിടെ എവിടെയും കാണാറില്ല. പിന്നെ ജയദേവൻ എന്ന് പറയുന്നത് ഞങ്ങളെ എലക്ട് ചെയ്തിട്ടുള്ള ഒരു MP തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പല കാര്യങ്ങളിലും ഇവിടെ കുറവായിരുന്നു. അപ്പോൾ ജയിച്ച MP-യെ മണ്ഡലത്തിൽ കാണാനില്ല. ഇനി പകരം കൊണ്ടുവന്നിരിക്കുന്ന സ്ഥാനാർത്ഥിയാവട്ടെ 5-6 കൊല്ലമായിട്ട് തൃശ്ശൂർ ഭാഗത്ത് കണ്ടിട്ടേ ഇല്ല എന്നുള്ള വിമർശനമാണ്. ഇതിന് മറുപടി പറയേണ്ടത് സ്വാഭാവികമായും ഇടതുപക്ഷം തന്നെയാണ്. ഇടതുപക്ഷത്തിൻ്റെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. MP-യെ കാണാനില്ലെന്നാണ് പറയുന്നത്. MP ഇവിടെ കാഴ്ചയുള്ള മുഴുവൻ മനുഷ്യർക്കും ഈ മണ്ഡലത്തിൽ, തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലും MP-യെ മുഴുവൻ പരിപാടികളിലും കാണുവാൻ കഴിയാറുണ്ട്. ഒരുപക്ഷെ ചെറുതും വലുതുമായ പരിപാടികളിൽ MP-യുടെ സജീവ സാന്നിധ്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞു പോകുന്നത്. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്ത് 7 നിയമസഭാ മണ്ഡലങ്ങളിലും MP-ക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള പ്രാദേശിക വികസന ഫണ്ട് ഉൾപ്പെടെ വളരെ ഫലപ്രദമായിട്ടാണ് ചിലവഴിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 25 കോടി രൂപയാണ് MP-ക്ക് പ്രാദേശിക വികസന ഫണ്ടായിട്ട് ലഭിച്ചത്. അത് മുഴുവൻ ചിലവാക്കിയിട്ടുണ്ട്. ആ തുക മുഴുവനും ചിലവഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ഈ സിറ്റിംഗ് MP ഒരു ടേം മാത്രം ജയിച്ച ആൾ, അദ്ദേഹത്തിനെ പെട്ടെന്ന് മാറ്റി പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. ഇതാണ് വിമർശനം ഇപ്പോൾ വിളിച്ച് വരുത്തിയിരിക്കുന്നത്. അതെന്തുകൊണ്ട് സംഭവിച്ചു? അങ്ങനെ ഒരു ആത്മവിശ്വാസക്കുറവുണ്ടാണ്. അത് മാധ്യമങ്ങളുണ്ടാക്കിയ CN ജയദേവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ വളരെ സീനിയർ നേതാവാണ്. ഓക്കെ, സഖാവ് മികച്ച പാർലമെന്റേറിയനായിട്ട് ഇതിനു മുൻപും ഒരുപാട് തവണ വന്നിട്ടുള്ള നേതാവാണ് സഖാവ് CN ജയദേവൻ. മാത്രമല്ല കോൺഗ്രസ് നിന്ന് പിടിച്ചെടുത്ത മണ്ഡലം കൂടിയാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിന്ന് ഒല്ലൂര് നിയമസഭാ മണ്ഡലം പിടിച്ചെടുത്തത് സഖാവ് CN ജയദേവനാണ്. തൃശ്ശൂർ മണ്ഡലം പിടിച്ചെടുത്തും സഖാവ് CN ജയദേവനാണ്. സ്വാഭാവികമായും പാർട്ടിക്കകത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുന്ന ചർച്ചകളിൽ ഒരാളെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവരുന്നു എന്നുള്ളതല്ല, പാർട്ടി ആ കാലഘട്ടത്തിൽ സ്വീകരിക്കുന്ന രാഷ്ട്രീയ സമീപനത്തിന്റെ ഭാഗമായി പുതിയ കാൻഡിഡേറ്റുകൾ വരുന്നു. അതൊരു തെറ്റായ രീതിയല്ല, അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. എന്താ പേര്? സോംദേവ് രാജൻ. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഈ പറയുന്ന ദേശീയ വിഷയങ്ങളാണോ അത് തൃശ്ശൂരിൻ്റെ ആയിട്ടുള്ള വിഷയങ്ങളാണോ? BJPയുടെ പ്രതീക്ഷ എത്രമാത്രം? തൃശ്ശൂരിൻ്റെ വികസനപരമായിട്ടുള്ള കാര്യങ്ങളിൽ CN ജയദേവൻ എത്രത്തോളം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് പ്രധാന വിഷയമാണ്. അതിൻ്റെ കൂടെ തന്നെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നിലപാട് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതായത് രാജ്യദ്രോഹപരമായിട്ടുള്ള നയമാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ പുൽവാമ ഭീകരാക്രമണം സംബന്ധിച്ച് തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ അവരുടെ അവകാശവാദം എന്താണെന്ന് വെച്ചാൽ കണക്കുകളും തെളിവുകളും നൽകണമെന്നാണ്. അപ്പോൾ അതിൽ പ്രധാനമായി പറയാനുള്ളത് എത്ര ഭീകരരെ കൊന്നു, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാടെടുത്തത്, നമ്മുടെ BJPയുടെ രാഷ്ട്രീയം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കമാണ് ഈ ബാലാക്കോട്ടിലെ ആക്രമണം എന്നുള്ള ബാലിശമായിട്ടുള്ള നയങ്ങളാണ് കോൺഗ്രസ് പാർട്ടി ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അക്രമ രാഷ്ട്രീയത്തിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള P ജയരാജൻ ഉൾപ്പെടെയുള്ള ക്രിമിനൽ കൂട്ടങ്ങളെയാണ് ഇന്ന് ജനപ്രതിനിധികളായിട്ട് അവർ നിയോഗിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? ഒരു ക്രിമിനൽ സംഘത്തിന് ഭരിക്കാനുള്ളതാണോ കേരളം എന്നുള്ളതാണ്. ഞാൻ തിരിച്ചെത്താം. വിമർശനങ്ങൾ തുരുതുരെ ഉയരുകയാണ് BJP ക്യാമ്പിൽ നിന്ന്. ഈ മസൂദ് അസർ ജി എന്ന് വിളിക്കുന്ന രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിന് രാജ്യത്തെക്കുറിച്ചും രാജ്യസുരക്ഷയെക്കുറിച്ചും പറയാൻ അവകാശമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ന്യായമായും കോൺഗ്രസിനെതിരെ ഉയരുന്നത്. പേരെന്താണ്? സജീവൻ. ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ എന്താണ് ചർച്ചാ വിഷയം? എന്തിനു വേണ്ടി ഇടതുപക്ഷത്തിന് തൃശ്ശൂരിലെ ജനങ്ങൾ വോട്ടർമാർ വോട്ട് ചെയ്യണം? തൃശ്ശൂരിൽ എന്ന് മാത്രമല്ല, രാജ്യത്ത് തന്നെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ചോദ്യം നമുക്ക് ആർക്ക് വേണ്ടി വോട്ട് ചെയ്യണം.
നമുക്ക് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 5 വർഷം മോഡി ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ കൊടുത്തത് ഈ 5 വർഷത്തിനിടയ്ക്ക് ഏകദേശം 3 ലക്ഷം കോടി രൂപയോളം ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റ് കമ്പനികളുടെ വായ്പകൾ എഴുതിത്തള്ളി. കർഷകരുടെ വായ്പ ഒരു പൈസ പോലും എഴുതിത്തള്ളാത്തതിൻ്റെ പേരിൽ കാർഷിക ആത്മഹത്യകൾ, രാജ്യത്ത് കൃഷിക്കാർക്ക് ആശ്വാസ നടപടികൾ, ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാതിരിക്കുക എന്ന അവസ്ഥയിൽ കൃഷിക്കാരുടെ ജീവിതം കൂടുതൽ ദയനീയമാവുകയും 6,000 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6,000 രൂപ ഇപ്പോൾ പിച്ചക്കാശ് കൊടുക്കണ പോലെ ഒരു ദിവസം ചില കാർഷികോൽപ്പന്നങ്ങൾക്ക് 150% വില നടപ്പാക്കും, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കും എന്ന് പറഞ്ഞ സർക്കാർ കഴിഞ്ഞ 5 വർഷവും അത് മറക്കുകയും തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു പിച്ചക്കാശ് കൊടുക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനാവശ്യമായ തുക ഈ 6,000 രൂപ കൊടുക്കണമെങ്കിൽ ഇന്ത്യയിലെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചിട്ടുള്ള തുക ഇന്ത്യയിലെ ബജറ്റിൽ വകയിരുത്തിയിട്ടുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ കൃഷിക്കാരെ ചൂഷണം ചെയ്യുക, ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ ചൂഷണം ചെയ്യുക, വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുക. അപ്പോൾ ആർക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് നോക്കുമ്പോൾ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതിൽ ഏറ്റവും അവർക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്. ഓക്കെ, വളരെ കൃത്യമാണ് ഇടതുമുന്നണിയുടെ നിലപാട്. ഈ ഭൂരിപക്ഷം വരുന്ന ഇടത്തരക്കാർക്ക്, സാധാരണക്കാർക്ക്, കൃഷിക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്യണമോ, ഏതാനും ചില പണക്കാർക്ക്, കോർപ്പറേറ്റുകൾക്ക് സഹായം ചെയ്യുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. തൃശ്ശൂരിൽ BJPയുടെ പ്രതീക്ഷ എത്രത്തോളം? തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വാനോളം പ്രതീക്ഷയിലാണ്. കാരണം മാറി സീറ്റിന് ഭയങ്കര ഡിമാൻഡാണെന്ന് കേട്ടു BJPക്ക് അകത്ത്. ഞങ്ങൾ BJP അകത്ത് യാതൊരു അങ്ങനെ ഡിമാൻഡ്, ഞങ്ങൾക്ക് ഘടകകക്ഷികളുണ്ട്, സഖ്യകക്ഷികളുണ്ട്. അതൊക്കെ ദേശീയ നേതൃത്വം അല്ലെങ്കിൽ കേരള നേതൃത്വം തീരുമാനിക്കുന്ന പോലെ ഞങ്ങൾ പ്രവർത്തിക്കും. എന്ന് തന്നെയായാലും തൃശ്ശൂർ പാർലമെൻറ്റ് BJP പിടിച്ചെടുക്കുക എന്നാണ് ഞങ്ങളുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം. കാരണം മാറി വന്ന ഇവിടുത്തെ പാർലമെൻറ്റേറിയയിൽ ഇവിടുത്തെ MP മാരെ ഇവിടുത്തെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. ഇനി ഒരേ ഒരു പ്രതീക്ഷ BJPയിലാണ്, നരേന്ദ്രമോദിയിലാണ്. ഇത് ഇവിടുത്തെ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വടക്കുന്നാഥൻ്റെ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെൻറ്റ് MP ഇവിടെ നിന്ന് ലോക്സഭയിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും BJP താമര വിരിയും, 100% താമര വിരിയും. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് BJP ഉന്നയിച്ചത്, എന്തിന് BJPക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ചോദ്യത്തിനുള്ള അവരുടെ മറുപടി, കഴിഞ്ഞ 5 വർഷക്കാലത്തെ സുസ്ഥിരമായ ഭരണം, അത് ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയ മോദി ഭരണത്തിൻ്റെ തുടർച്ചയ്ക്കായിട്ട് വീണ്ടും BJP വരണം, കേരളത്തിലും താമര വിരിയണം എന്നാണ് അവരുടെ നിലപാട്. എങ്ങനെ പ്രതികരിക്കുന്നു? അവരെ വരണം എന്നവർ പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ എന്ത് ജനങ്ങളോട് പറഞ്ഞു, എന്ത് ചെയ്തു എന്ന് പറയാൻ തയ്യാറാവുന്നില്ല. ഉദാഹരണമായിട്ട് ഇന്നത്തെ യുവജനങ്ങൾക്ക് ഒരു വർഷം 2 കോടി വീതം തൊഴിൽ കൊടുക്കും, 5 കൊല്ലം കൊണ്ട് 10 കോടി കൊടുക്കും. എന്നിട്ട് അതൊന്നും നടപ്പിലാക്കിയില്ലെന്ന് മാത്രമല്ല, ത്രിപുരയിലെ ഇവിടെ മുഖ്യമന്ത്രി വിപ്ലവ് ദേവ് കുമാർ എന്താ പറഞ്ഞത്, നിങ്ങൾ തൊഴിലെന്നും പറഞ്ഞ് രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നടക്കരുത്, ഒരു 75,000 രൂപ വായ്പ എടുത്ത് ഒരു പശുവിനെ മേടിക്കുക, എന്നിട്ട് അതിൻ്റെ പാല് കറന്നു കൊടുത്താൽ മാസം 25,000 രൂപ കിട്ടും എന്ന് പറഞ്ഞതാണ് അവരുടെ മറുപടി. ഈ രീതിയിലാണ് തൊഴിലില്ലായ്മയ്ക്ക് അവരുടെ മറുപടി. ഇപ്പോൾ അഴിമതിക്കെതിരെ നിലപാടെടുത്താണ്, അഴിമതിക്കെതിരെ വളരെ ശക്തമായ പ്രചരണം നടത്തിയാണ്, വളരെ രൂക്ഷമായ ആക്രമണം രാജ്യമൊട്ടാകെ അഴിച്ചുവിട്ടാണ് കഴിഞ്ഞ തവണ ശ്രീ നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയതും അവസാനിപ്പിച്ചതും. എല്ലാ റാലികളിലും അതിരൂക്ഷമായ ആക്രമണമായിരുന്നു. ഇപ്പോൾ മറുവശത്ത് ഇതേ റിസീവിംഗ് എൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഇതിലും വലിയ അഴിമതി ആരോപണമല്ലേ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഉന്നയിക്കുന്നത്? പ്രധാനമായും ഈ റഫേൽ ഇടപാട്. റഫേൽ ഇടപാടിനെ കുറിച്ച് പറയുന്നത് ഇന്നലെ വരെ സുപ്രീം കോടതി പറഞ്ഞെന്താ, കള്ളരേഖകൾ ചമച്ചുകൊണ്ട് കട്ടുകൊണ്ടുപോയ രേഖകളാണ് സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതെന്ന് സുപ്രീം കോടതിക്ക് ഇന്നലത്തെ ഏകദേശം ബോധ്യമായി. രേഖയല്ല ഞാൻ ചോദിച്ചത്, രേഖ കട്ടെടുത്തതാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അഴിമതി ആരോപണം ഉയർന്നോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരു അഴിമതി ആരോപണം പ്രതിപക്ഷങ്ങൾ ഉന്നയിക്കും, അതല്ലാതെ കണ്ട് ഈ രാഹുൽ ഗാന്ധി അല്ലാതെ കണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകളല്ലാതെ കണ്ട് ഈ നാട്ടിലെ ഓരോ പാവപ്പെട്ട പൗരനും അതുപോലെ പണക്കാരായിട്ടുള്ള ആളുകളും മറ്റ് ഈ ഭാരത് സ്നേഹിക്കുന്ന ഒരാളും നരേന്ദ്രമോദി റഫേൽ ഇടപാടിൽ ഒരു അഴിമതി നടത്തിയെന്ന് ഒരിക്കലും പറയുകയില്ല. അങ്ങനെ ഒരു വിധി ഉണ്ടാകുമില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സ്പെസിഫിക് ആയിട്ട് ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് UPA സർക്കാരിൻ്റെ കാലത്ത് ഒരു കരാർ ഏതാണ്ട് രൂപപ്പെട്ടിരുന്നു. അന്നത്തെ വിലയേക്കാൾ എത്രയോ 10 മടങ്ങ് കൊടുത്ത് അതിനേക്കാൾ കുറവ് എണ്ണം വിമാനങ്ങൾ വാങ്ങാൻ കരാർ ഒപ്പിട്ടു എന്നുള്ളതാണ് വലിയ ആക്ഷേപം. അല്ല, ആക്ഷേപങ്ങളൊക്കെ ഞങ്ങൾ
പാർട്ടിയെ സംബന്ധിച്ചോളം ഞങ്ങൾ അത് മുനയൊടിക്കുന്ന ആക്ഷേപങ്ങളാണ്. കാരണം അങ്ങനെയുള്ള ഒരാക്ഷേപങ്ങളും തെളിയിക്കാനായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഒരിക്കലും സാധിച്ചിട്ടില്ല, അത് സാധിക്കുകയുമില്ല. അത് കാര്യത്തിൽ 100% ഉറപ്പാണ്. അഴിമതിയുടെ കാര്യത്തിൽ UPയുടെ ഗവൺമെന്റിനെ കടത്തിവിട്ടുന്ന നടപടിയാണ് യഥാർത്ഥത്തിൽ BJP 5 വർഷക്കാലം നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും ഒടുവിൽ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് റാഫേൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി PMO ഓഫീസിന് തന്നെ, പ്രധാനമന്ത്രിക്ക് തന്നെ കൃത്യമായി അതിനകത്ത് പങ്കുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലാണ് ഏറ്റവും അവസാനം മാധ്യമങ്ങൾ തന്നെ പുറത്ത് വിട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ രാജ്യത്ത് തന്നെ ഇക്കാര്യത്തിനകത്ത് മാത്രമല്ല എവിടെയെല്ലാം അഴിമതി നടത്താൻ വേണ്ടി കഴിയുമോ അത് കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി ബാങ്കിങ് രംഗത്തായാലും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലയ്ക്കുന്ന കാര്യങ്ങൾക്കകത്തായാലും രാജ്യത്തിന്റെ പ്രതിരോധ ഇടപാട് നടത്തുന്ന കാര്യത്തിലായാലും എല്ലാം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് യഥാർത്ഥത്തിൽ BJPയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് രാജ്യത്ത് നിന്ന് നിലനിൽക്കുന്ന വസ്തുത. ഈ കോൺഗ്രസ് സർക്കാർ ഇനിയും വന്നാൽ പഴയ അവസ്ഥ വീണ്ടും ഉണ്ടാകും, അതായത് വ്യാപകമായ അഴിമതി. ഇടതുപക്ഷമാകട്ടെ, ഇടതുപക്ഷം വളരെ കൃത്യമായി അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിന് എങ്ങനെ വോട്ട് ചെയ്യും, എന്തിന് വോട്ട് ചെയ്യും? ഈ അഴിമതിയുടെ കാര്യം പറയുമ്പോൾ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ റാഫേൽ അഴിമതി, വ്യാപം അഴിമതി, അങ്ങനെ നിരവധി അഴിമതികൾ BJP സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ UPA സർക്കാരും ഈ NDA സർക്കാരും തമ്മിൽ അഴിമതിയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അക്രമ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ നടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും അധികം അക്രമം അഴിച്ചുവിടുന്നത് ന്യൂനപക്ഷങ്ങളെ, ദളിതന്മാരെ ഒക്കെ ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലാണല്ലോ. പശുവിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുക, അതുപോലെ ദളിതരെ വേട്ടയാടുക, ഇതൊക്കെ നടത്തുന്നത് സംഘപരിവാറാണ്. ഇനിയിപ്പോൾ കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അവർ സൂചിപ്പിക്കുന്നതെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് CPMന്റെ പ്രവർത്തകരാണെന്നുള്ള കാര്യം വസ്തുതകൾ നിരത്തി വെച്ചിട്ട് ആളുകൾ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഒറ്റ ചോദ്യം, ഈ തൃശ്ശൂരിലെ ജനങ്ങൾ എന്തിന് രാജാജി മാത്യു തോമസിന് വോട്ട് ചെയ്യണം? രാജാജി മാത്യു തോമസിനെ വോട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ജനാധിപത്യവും മതേതരത്വവും കാത്തു സൂക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങളാണ്. അതിൻ്റെ ഭാഗമാണ് തൃശ്ശൂരിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ രാജ്യത്തിൽ നിന്നും അധികാരത്തിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടിയും ഇടതുപക്ഷത്തിന് അംഗബലമുള്ള, നേരത്തെ സൂചിപ്പിച്ചല്ലോ, 1ാം UPA ഗവൺമെൻറ്റിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ അംഗബലം ഉണ്ടായിരുന്ന സമയത്ത് ഈ രാജ്യത്ത് വരുത്തിയ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത്തരം ഒരു മാറ്റം നമ്മുടെ രാജ്യത്ത് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് രാജാജി മാത്യു തോമസിനെ വിജയിപ്പിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. രാജാജി മാത്യു തോമസിന് എന്തിനു വോട്ട് ചെയ്യണം? രാജാജി മാത്യു എന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിലും മികച്ച സ്ഥാനാർത്ഥി സ്വപ്നങ്ങളിൽ മാത്രം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ മുൻപത്തെ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കിയാലും ഇത്തരം ഉന്നതനായ ഒരു വ്യക്തി, ഒരു വിശ്വ പൗരനെ സ്ഥാനാർത്ഥിയായിട്ട് ലഭിക്കുന്നത് ആദ്യമാണ്. 75 രാഷ്ട്രങ്ങളോളം സന്ദർശിക്കുക മാത്രമല്ല, അവിടെയൊക്കെ തന്നെ വിമോചന പോരാട്ടങ്ങളും നടത്തുകയും അതിന് നേതൃത്വം കൊടുക്കുകയും 75 രാഷ്ട്രങ്ങളിലും വിവിധ സെമിനാറുകൾ പങ്കെടുക്കുകയും ബ്രിട്ടനിൽ നടന്ന സർവ്വദേശീയ അടിസ്ഥാനത്തിൽ നെൽസൺ മണ്ടേല ജയിൽമോചനായ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നതിൽ സാർവദേശീയ തലത്തിൽ നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഇത്രയും ഉന്നതനായ ഒരു വ്യക്തിത്വം കേരളത്തിലെ തന്നെ തെരഞ്ഞെടുപ്പിൽ ഇതം പ്രഥമമായിട്ട് മത്സരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാജാജി മാത്യു തോമസിനെ വിജയിപ്പിക്കണോ എന്നതിൽ ഒരു സംശയം പോലും അവശേഷിക്കുന്നില്ല. രണ്ടാമത്, ഇന്ത്യയുടെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശരിയായ നിലപാട് എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഭരണത്തിലെത്തിയിട്ടില്ല എങ്കിൽ പോലും ഭരണത്തിൻ്റെ അടുത്തെത്തിയ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഉദാഹരണത്തിന് 1971 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് ഇന്ദിരാജിക്ക് പിന്തുണ കൊടുത്തത് CPIയും CPM ഉൾപ്പെടെയുള്ള മുന്നണി കക്ഷികളാണ്. ആ കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായത്. ആ ഗവൺമെൻറ്റാണ് ലോകത്തിൽ ഏറ്റവും പുരോഗമനപരമായ പാറ്റന്റ് നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയതും ബാങ്ക് ദേശാൽക്കരണം പോലുള്ള നടപടികൾ നടപ്പിലാക്കിയതും പ്രീപേഴ്സ് നിർത്തലാക്കിയതും. ആ നടപടികളിലൂടെ ലോകത്തിൽ ഏറ്റവും ഔഷധങ്ങളുടെ വില കുറവ് ഇന്ത്യയിലാക്കിയതിൽ ഏറ്റവും അതിന് നടപടിക്ക് ഏറ്റവും പിന്നിൽ ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനം അധികാരത്തിൽ വന്നിട്ടില്ല, പക്ഷേ അധികാരത്തിൻ്റെ അടുത്തെത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്രതിഫലവും ഒരു സ്ഥാനങ്ങളും സ്വീകരിച്ചിട്ടില്ല. രണ്ടാമത്, തുടർന്ന് BP സിംഗ് അധികാരത്തിൽ വന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തെ പോലൊരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടെന്ന് മനസ്സിലാക്കപ്പെടുകയും കൊങ്കൺ റെയിൽവേ പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, കൃഷിക്കാരുടെ വായ്പ
ആദ്യമായിട്ട് രാജ്യത്ത് എഴുതിത്തള്ളിയത് ആ കാലഘട്ടത്തിലാണ്. അത് ഇടതുപക്ഷം ഭരണത്തിൻ്റെ അടുത്ത് വന്നപ്പോഴാണ്. രാഹുൽ ഗാന്ധി ആദ്യം എത്തിയത് പ്രചാരണത്തിന് തൃശ്ശൂരാണ്. മത്സ്യത്തൊഴിലാളി പാർലമെന്റ് നടത്തി പ്രചാരണത്തിന് കൃത്യമായ തുടക്കം കുറിച്ചു. ഇവിടുത്തെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങണം എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. വലിയൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കായിട്ട്, മത്സ്യബന്ധനത്തിനായിട്ട് ഒരു വകുപ്പ്, ഒരു ഫിഷറീസ് വകുപ്പ് ഉണ്ടാവും, മന്ത്രി ഉണ്ടാവും എന്നുള്ള വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ താമര വിരിയും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ മണ്ഡലം നിലനിർത്താൻ പറ്റും എന്ന് CPI. പൊടിപൂരമാവുമോ ഇക്കുറി തെരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും പൊടിപൂരമാവും. രാഹുൽ ഗാന്ധി ഈ തൃപ്രയാർ വന്ന് പ്രസംഗിച്ച ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്ന നയങ്ങളൊക്കെ ഭാരതീയ ജനതാ പാർട്ടി പരിഗണിച്ച നയങ്ങളാണ്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു വരുമാനം ഉറപ്പുവരുത്തുക, രണ്ടാമതായി ഒരു ഫിഷറീസ് വകുപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്ന വലിയൊരു എന്താ പറയുക, ഒരു മിറാക്കുലസ് ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അതിനേക്കാൾ വലിയ നയങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ള, വലിയ നയങ്ങൾക്കും നിലപാടുകൾക്കും തുടക്കം കുറിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ 100% ഭാരതീയ ജനതാ പാർട്ടി വ്യക്തമായിട്ടുള്ള വിജയസാധ്യത ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം രാജാജി മാത്യു തോമസ് അല്ല, ഈ പറയുന്ന ഏത് വലിയ പ്രമുഖൻ UDF നിന്ന് വന്നാലും ഇവിടുത്തെ തൃശ്ശൂരിലെ ജനത ശബരിമല വിഷയത്തെ ഹൃദയത്തിൽ ഏറ്റിയ ജനത 100% വിജയം ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകുമെന്നും അവരുടെ പ്രതിനിധിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെന്റ് ഇലക്ഷനിൽ നിന്ന് വിജയിക്കുന്ന ആളുകൾ പാർലമെന്റിൽ തൃശ്ശൂരിന് വേണ്ടി ശബ്ദമുയർത്തുമെന്നും മാത്രമാണ് പറയാനുള്ളത്. അതിലൊരു കാര്യം പറഞ്ഞേ, 60 കൊല്ലക്കാലം ഈ ഇന്ത്യ മഹാരാജം അമ്മൂമ്മയും അച്ഛനും എല്ലാവരും കൂടി ഭരിച്ചിട്ടും ഈ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കാൻ പറ്റാത്ത ആളാണോ ഇന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് നടപ്പിലാക്കാമെന്ന് പറയുന്നത്? അതുമാത്രമല്ല, കേരളത്തിൽ വന്ന് തൃശ്ശൂർ ജില്ലയിൽ വന്ന് രാഹുൽ ഗാന്ധി ആദ്യമായി വെടിപ്പൊട്ടിപ്പിച്ചപ്പോൾ തന്നെ ഇവരെ അഖിലേന്ത്യാ സെക്രട്ടറി തൃശ്ശൂർക്കാരൻ ടോം വടക്കൻജി BJPയിൽ ചേർന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും അടുത്ത കാലഘട്ടങ്ങളിൽ ഈ പാർലമെന്റ് കഴിയുന്നതിനുള്ളിൽ BJPയിൽ വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു താമര തൃശ്ശൂർ പാർലമെന്റിൽ പിരിയുമെന്ന കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി 100% വിശ്വസിക്കുന്നു. നിലവിലുള്ള MPക്കെതിരായ വിമർശനം, നിലവിലുള്ള MPക്ക് പകരം കൊണ്ടുവന്ന നേതാവ് ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം ഇടതുപക്ഷത്ത്. പുതിയ ആളെ ഈ ഏരിയയിലേ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി നടത്തിയത് അത്ര വലിയ പ്രഖ്യാപനമല്ല എന്നുള്ളൊരു വിമർശനം ഉയരുന്നു. റഫാൽ മുതൽ തൃശ്ശൂരിൻ്റെ വികസനം വരെ ചർച്ചയാവുന്ന തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ഒന്നുറപ്പായി പൂരം പൊടിപൂരമാകുമെന്ന്. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. ഉറക്കെ ഉച്ചത്തിൽ അവസാനിക്കുന്നില്ല. നമസ്കാരം.